നമ്മൾ ഈ കാര്യങ്ങൾ ആകെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ന്യൂസ് മലയാളത്തിലൂടെ ഇന്ന് വന്നിരിക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ ഹർഷ? അതായത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. സ്വന്തം പാർട്ടിയെയോ സ്വന്തം സഹപ്രവർത്തകരായിരുന്ന നേതാക്കളെയോ പ്രവർത്തകരെയോ അല്ലെങ്കിൽ പണം എടുത്തിട്ട് തിരിച്ചടക്കാത്ത അദ്ദേഹത്തിന് അറിയാമായിരുന്ന ആളുകളെ പോലുമോ പേര് പറയാൻ തയ്യാറല്ലാതെ അതിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്ത് ജീവിതത്തിൽ നിന്ന് മടങ്ങിയേക്കാം എന്ന് തീരുമാനിച്ച ഈ പൊതുപ്രവർത്തകൻ്റെ ആ നിലക്കുള്ളൊരു ആത്മാർത്ഥതയും മറ്റുമാണ് നമ്മൾ മുമ്പിൽ തെളിയുക. വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ഈ നേതാവ്, ഈ പൊതുപ്രവർത്തകൻ എന്ന കാര്യം നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവുകയാണ് ചെയ്യുക. കാരണം നമുക്കറിയാം, ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ BJP പോലെ രാജ്യം ഭരിക്കുന്നൊരു വലിയ പാർട്ടിക്ക് ആവശ്യത്തിലേറെയും പണമുണ്ട് എന്ന് അവരും എതിരാളികളുമൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് പല വഴികളുണ്ടാകും, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ അവർക്ക് പരിഹരിക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും. ആ ഭാരമൊന്നും മറ്റുള്ളവരിൽ ഏൽപ്പിക്കാതെ ആത്മഹത്യാക്കുറിപ്പിൽ ഒരാളെപ്പോലും കുറ്റപ്പെടുത്താതെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് എൻ്റെ ചെലവ് കാശ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് എനിക്കത് വായിച്ചപ്പോൾ അവസാന ഭാഗത്തേക്ക് വായിക്കുമ്പോൾ നമ്മൾ ആകെ ഇളകിപ്പോകും ഹർഷ. അതായത് ചെലവ് കാശ് ഞാൻ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ചെലവ് കാശ് എന്ന് വെച്ചാൽ എൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ചെലവ് കാശ് ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞ് പോകുന്നത്. ഒരാളെപ്പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട്, സഹനേതാക്കളോട് അങ്ങേയറ്റം ആവശ്യമില്ലാത്തത്രക്ക് വലിയ മാന്യമായിട്ട് പെരുമാറിയല്ലോ. അത്രക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം ഹൃദയവേദനയുള്ള ഈ ഘട്ടത്തിൽ, അങ്ങേയറ്റം സങ്കടകരമായ ഘട്ടത്തിൽ അവർക്ക് ഈ ഒരു പോയിൻ്റ് ആശ്വാസകരമായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം അത്രമേൽ മാന്യമായിട്ടുള്ള ഒരാളായിരുന്നു, അത്രക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ നിശ്ചയമായിട്ടും RDX അക്കാര്യം പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.